നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷ. ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം നിർവഹിച്ച് റൈറ്റ് റവറൻ തിമോത്തി രവീന്ദ്ര തിരുമേനി. പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിച്ചത് സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ. ദക്ഷിണ കേരള മഹായിടവകയുടെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ടു പോവുകയാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് നവംബർ 19 റൈറ്റ് റവറൻ തിമോത്തി രവീന്ദ്ര തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ച ഒരു സഞ്ചരിക്കുന്ന ബ്ലഡ് ബാങ്ക്. രക്തദാനം എന്നത് തികച്ചും ഒരു പുണ്യ പ്രവൃത്തിയാണ്. കാരക്കുളം CSI മെഡിക്കൽ കോളേജിലെ നേതൃത്വത്തിൽ മഹായിടവക യൂത്ത് ഫോർ വർക്കിന്റെ സഹകരണത്തോടെ LMS കോമ്പൗണ്ടിൽ വെച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ യുവാക്കൾ രക്തദാനം നടത്തി. നിലവിൽ കേരളത്തിലെ 2ാമത്തെ ആംബുലൻസ് ആണിത്. ഒരേ സമയം 3 പേർക്ക് ബ്ലഡ് കൊടുക്കാനുള്ള സൗകര്യവും 100 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുവാനും കഴിയുന്നു. അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെ നേതൃത്വത്തിൽ 84 പേർക്ക് ബ്ലഡ് കൊടുക്കുവാൻ ഈ ക്യാമ്പിലൂടെ കഴിഞ്ഞു. വിശക്കുന്നവന് അന്നം. ഓരോ സഭയിലെയും സാധുജനങ്ങളെ കണ്ടെത്തി കിറ്റ് വിതരണം നടത്തും. ദക്ഷിണ കേരള മഹായിടവക സപ്ത പദ്ധതികളിലൊന്നായ വിശക്കുന്നവന് അന്നം പദ്ധതിയിലൂടെ 2025 ഡിസംബർ മാസം 1 മുതൽ 19 വരെ എല്ലാ സഭകളിലെയും സാധുജനങ്ങളെ കണ്ടെത്തി കിറ്റ് വിതരണം നടത്തുന്നു. 2025 ക്രിസ്മസ് നാളിൽ ഒരു കുടുംബം പോലും പട്ടിണിയില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ ഇടവകയിലെയും കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ളതിന്റെ ഗുണഭോക്താക്കൾക്കായിരിക്കും കിറ്റ് വിതരണം ചെയ്യുക. കൂടാതെ കമ്മിറ്റി അംഗങ്ങളുടെ ആനുപാതികമായി നിൽക്കുന്ന ലിസ്റ്റിന് പുറമെ ഇടവകയിലെ അധ്യക്ഷൻ, കപ്പ്യാർ, വിമൻസ് വർക്കേഴ്സ്, കൂടാതെ പെൻഷനായ സഭാ ശുശ്രൂഷകർ, കപ്പ്യാർമാർ, വിമൻസ് വർക്കേഴ്സ് എന്നിവരും ഉൾപ്പെടും. കിടരോഗികൾ ഒഴികെയുള്ള ഗുണഭോക്താക്കൾ നേരിട്ട് വന്ന് കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണ്. എല്ലാ സഭകളിലും സഭാ കമ്മിറ്റി കൂടി ലിസ്റ്റ് തയ്യാറാക്കി ചെയർമാന്റെ ശുപാർശയോടുകൂടി നവംബർ 24 വൈകുന്നേരം 3 മണിക്ക് മുൻപായി മഹായിടവക PRO ഓഫീസിൽ ലിസ്റ്റ് ഏൽപ്പിക്കേണ്ടതാണ്. CSI ദക്ഷിണ കേരള മഹായിടവകയെ ബിഷപ്പ് തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. CSI ദക്ഷിണ കേരള മഹായിടവകയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ പ്രഥമ കാര്യനിർവഹണ സമിതി യോഗം റൈറ്റ് റവറൻ തിമോത്തി രവീന്ദ്ര തിരുമേനിയുടെ അധ്യക്ഷതയിൽ നവംബർ 19 നടന്നു. യോഗത്തിൽ വെച്ച് 4 പേരടങ്ങുന്ന ബിഷപ്പ് പാനലിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സബ് കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതിലേക്കായുള്ള ബിഷപ്പ് തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 14 നടക്കും. മഹായിടവക വിവിധ സ്ഥാപനങ്ങളുടെയും ബോർഡുകളിലെയും കമ്മിറ്റികളിലെയുമുള്ള ഭാരവാഹികളുടെ നിയമനവും നടന്നു. കൂടാതെ സാധുജന സംരക്ഷണത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടുന്ന സപ്ത പദ്ധതികൾ പുനരാവിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ചു. വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ, സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻ സെബാസ്റ്റ്യൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ പാസ്റ്റൽ ബോർഡ് മീറ്റിംഗ് നവംബർ 20 വെള്ളിയാഴ്ച LMSൽ വെച്ച് നടന്നു. പാസ്റ്റൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തുന്നതിലേക്കുള്ള ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ബോർഡ് ഫോർ മിഷന്റെ മീറ്റിംഗ് നവംബർ 20 വെള്ളിയാഴ്ച LMSൽ വെച്ച് നടന്നു. ബോർഡ് ഫോർ മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോർഡിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. ബോർഡ് ഫോർ മിഷന്റെ ഡയറക്ടർ റവറൻ ഡോക്ടർ CR വിൻസെന്റ്, സെക്രട്ടറി ബെഞ്ചമിൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. അനോവോ 2025 ബാലജന യുവജന കലാമത്സരത്തിന്റെ പുതിയ തീയതി ജനുവരി 3, 4. CSI ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ യൂത്ത് വർക്ക് 2025 ബാലജന യുവജന കലാമത്സരം അനോവോ 2025ന്റെ പുതിയ തീയതി ജനുവരി 3, 4 നവംബർ 22, 23 തീയതികളിൽ നടത്താനിരുന്ന കലാമത്സരങ്ങൾ ചില പ്രത്യേക കാരണത്താലാണ് ജനുവരിയിലേക്ക് മാറ്റിവെച്ചത്. ജനുവരി 3 ശനിയാഴ്ച രാവിലെ 7:30 മുതലും ജനുവരി 4 ഞായറാഴ്ച രാവിലെ 11:30 മുതലുമാണ് LMS കോമ്പൗണ്ടിൽ വെച്ച് കലാമത്സരങ്ങൾ നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മത്സരാർത്ഥികളും കലാമത്സരത്തിനായി ഒരുങ്ങേണ്ടതാണ്. അതോടൊപ്പം മത്സരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. വിമൻസ് ഫെസ്റ്റ് 2025 കലാകായിക മത്സരം നവംബർ 29 നടക്കും. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ശ്രീജന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിമൻസ് ഫെസ്റ്റ് 2025ന്റെ കലാകായിക മത്സരം നവംബർ 29 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. കലാകായിക മത്സരത്തിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീജന സംഘടനാ അംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. ക്രിസ്മസ് രാവിനെ വരവേൽക്കാനായി ക്രിസ്തുമസ് ഫെസ്റ്റ് ഒരുങ്ങുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയും ക്രൈസ്തവ സഭയുടെ കൂട്ടായ്മയായ ആർട്സും ചേർന്ന് ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുന്നു.
വിവിധ ആത്മീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും കേരള ടൂറിസം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെ പാളയം LMS കോമ്പൗണ്ടിൽ വെച്ചാണ് വിപുലമായ പരിപാടികൾ നടക്കുന്നത്. മെഗാ ദീപാലങ്കാരം, 120 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ, 1000-ൽ പരം വിവിധ ഇനം പക്ഷികൾക്കുള്ള ബേർഡ്സ് ഗാർഡൻ, അമ്യൂസ്മെന്റ് പാർക്ക്, വ്യത്യസ്തമായ ഫുഡ് കോർട്ടുകൾ, വിവിധ സ്റ്റാളുകൾ എന്നിങ്ങനെ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്നു. പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന പുതുമയാർന്ന പരിപാടികൾ എല്ലാ ദിവസവും മുഖ്യ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.